ഞാൻ ആക്ച്വലി ഈ സിനിമയുടെ ആക്ടറാണ്. അയ്യോ സുധീർ. എന്തോ വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും ഈ സിനിമയെ നന്നായിട്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളൊരു എന്താ പറയുക, എല്ലാവരും സുഹൃത്തുക്കളാണ്. എല്ലാവരും അവരുടെ പേരിലാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വിനയടക്കം ഇപ്പം എന്തായാലും നിങ്ങളെ കണ്ട ആൾക്കാരോട് ചോദിക്കുക, അവരുടെ റിഫ്ലക്ഷൻസ് ചോദിക്കുക. എന്തായാലും ഒരു മാറ്റമില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ എനിക്കും പറയാൻ സാധിക്കുക. ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ റെസ്പോൺസും അങ്ങനെ തന്നെയാണ്. ഇതിന് വളരെ സന്തോഷം. ഒരു മികച്ച സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയത്. നല്ല റിപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ട്. IFFK എന്ന് പറയുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ചാൽ അവിടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അതങ്ങോട്ട് വൈറലാവുകയും പിന്നെ ജനങ്ങൾ തിങ്ങിക്കയറുകയും ഒരു ഷോയ്ക്കുള്ള ആൾക്കാർ പുറത്ത് ക്യൂ നിൽക്കുക എന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാവരും ഇറങ്ങിക്കൊടുത്ത് ബാക്കിയുള്ള ആൾക്കാരെ കൂടി കയറ്റുകയും വീണ്ടും അവിടെ മൂന്ന് തവണ സ്ക്രീൻ ചെയ്തു. എന്തായാലും IFFK ആണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കിട്ടിയിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ് കേരളം മുഴുവൻ ഇന്നിപ്പോൾ ഒരു വാർത്തയായി മാറിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മിക്കവാറും തിയേറ്ററുകളിൽ ഈ സെക്കൻഡ് ഷോയൊക്കെ ഇപ്പോൾ തന്നെ ഹൗസ്ഫുള്ളാണെന്നാണ് അറിവ്. ഓൺലൈനിൽ തന്നെ ഹൗസ്ഫുള്ളായിട്ടുണ്ടെന്നാണ് അറിവ്. ഇനി അങ്ങോട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകും വിചാരിക്കുന്നു. ഞങ്ങൾ ഇനി കുറച്ച് തിയേറ്റർ വിസിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു യാത്രയിൽ തന്നെയാണ്. ഓക്കെ. സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല മൂവി. ഇതുപോലൊരു മൂവി അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഉറപ്പാ. ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടാണ്. അതൊരു നല്ല അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടാണല്ലോ. സത്യമായിട്ട് അതെ, എനിക്ക് സത്യമായിട്ട് നല്ല നല്ല ആ സ്റ്റോറിയുടെ പെയിൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല സൂപ്പറാ. ലേഡീസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമായിട്ട് സസ്പെൻസ് ഉണ്ട്. എല്ലാ പിന്നെ പിന്നീട് ഫിലിമിൽ ഏറ്റവും നന്നായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ഇഷ്ടപ്പെട്ടു. നല്ല കഥയാണ്, കാര്യങ്ങളാണ്. അച്ഛനാ അഭിനയിച്ചത്. ഇപ്പം എന്താ നല്ലോണം പേരും കണ്ട എങ്ങനെ കണ്ട എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആർട്ട് ഫിലിമാണെന്ന് വിചാരിച്ച് പോയി കാണാതിരിക്കുന്നത്. ഒരു ലാഗും ഇല്ല, ഫുൾ എൻഗേജിങ് ആണ്. നല്ലൊരു ഫിലിമാണ്. ക്ലാസിക് പടമാണ്. അതിനൊപ്പം കൊമേഴ്ഷ്യൽ ഇട്ടാവുന്ന ഫിലിമാണ്. ഇത് ആർട്ട് പടമാണ് പറഞ്ഞാൽ ആദ്യം കാണാതിരിക്കുന്നത്. വിനയ് ഫോർഡ് മാത്രമല്ല, ആക്ടേഴ്സ് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹീറോ വന്ന സ്ക്രിപ്റ്റാണ്. ഇത്തരം സ്ക്രിപ്റ്റാണ്. ഡയലോഗ്സാണ് മുഴുവൻ. എന്നാൽ 5 ഡയലോഗ് അങ്ങനെയല്ല, കോൺവെർസേഷനാണ്. ഒരു പഞ്ചോടി പാടൽ പോലെ ഒരു ക്ലാസിക് ഫിലിമാണ്. പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണണം. ഇത് തെറ്റിദ്ധാരണ വരും ആൾക്കാർക്ക്. ആർട്ട് ഫിലിമാണ് വന്ന് കാണാതിരിക്കുന്നത്. പോയി കാണപ്പേ മനസ്സിലാവും. ഞാനൊരു ആർട്ട് ഫിലിമാണെന്ന് വിചാരിച്ചു, പക്ഷേ കണ്ടപ്പേ മനസ്സിലായി. ഫെസ്റ്റിവൽസിനൊക്കെ കുറേ അംഗീകാരങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഇതൊരു ഒരു ഫെസ്റ്റിവൽ മൂവിയാണോ എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ലാന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. വളരെ മനോഹരമായൊരു സിനിമയാണ്. അതെല്ലാവരും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. സന്തോഷമാണല്ലോ, നമ്മൾ അഭിനയിച്ചൊരു സിനിമ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആവുന്നത്. അതിപ്പം വിജയ ചിത്രങ്ങളാണെങ്കിലും പരാജയ ചിത്രങ്ങളാണെങ്കിലും ജനങ്ങളുടെ ഒപ്പം പ്രേക്ഷകരുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോഴാണ് നമ്മളത് കംപ്ലീറ്റ് ആയെന്ന് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സിനിമ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വിജയ ചിത്രം കൂടെ ആകുമ്പോൾ ഇതിൻ്റെ സന്തോഷം കുറച്ച് കൂടുമെന്നാണ്. ഒരുപാട് സന്തോഷം. കാര്യം അവർ 10-20 വർഷമായിട്ട് അവരെല്ലാവരും തിയേറ്ററിൽ ഡ്രാമ ആർട്ടിസ്റ്റുകളാണ്, ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെല്ലാവരും അവരെല്ലാവരും ആദ്യമായിട്ട് അഭിനയിച്ചൊരു സിനിമയിൽ അവർക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു ഭാഗ്യം കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ ഓരോ കാര്യങ്ങളും വളരെ അനായാസമായിട്ടാണ് അവർ ഓരോ സീക്വൻസുകളും ഡയലോഗ്സൊക്കെ പറയുന്നതല്ല. അപ്പോൾ അതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പം തിയേറ്ററിൽ കാണുമ്പോൾ അവരാരും പുതിയ ആൾക്കാരാണ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയധികം നാച്ചുറലായിട്ടാണ് അവരെല്ലാം പോകുന്നത്. ഫുൾ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ആനന്ദനാണ്, റൈറ്ററും ഡയറക്ടറുമായ ആനന്ദ് അഭിഷേകാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഞങ്ങളെല്ലാവരെയും അങ്ങനെ കൊണ്ടുപോയതാണ്. എല്ലാവരും കണ്ടിട്ട് നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ക്രെഡിറ്റ് കിട്ടിയിട്ടുള്ളത് ആനന്ദിന് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമായി. താങ്ക് യു സോ മച്ച്. ചങ്ങാതിമാരായ ഞങ്ങളുടെ ഈ 20 വർഷ
വർഷത്തെ ഞങ്ങളുടെ 21 20 അങ്ങനെ വളരെ കാലത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഈ സിനിമ എല്ലാ പ്രേക്ഷകരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആളുകൾ വീണ്ടും സിനിമ കാണണം. ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾക്ക് വളരെ സന്തോഷം നല്ല സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ്. കണ്ടതിൽ വളരെ നല്ല സന്തോഷവും ഒരു അഭിമാനവും തരുന്ന പ്രോജക്റ്റാണ് ആട്ടോ. ഇതിൻ്റെ 3ാമത്തെ പടമാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ റെസ്പോൺസ് ഞാൻ ചെയ്ത ഒരു വർക്കിന് കാണുന്നത്. അപ്പോൾ അവർക്ക് കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് കിട്ടിയതിൽ ശരിക്കും ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ഭാഗ്യമാണോ ചെയ്തിട്ടുള്ളത് എനിക്ക് പോലും അറിയില്ല ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ. ആട്ടത്തിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ഓഡിഷന് വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വിനയ് ഫോർട്ട് എന്തിനായിരുന്നു ഈ ഓഡിഷൻ പ്രോസസ്? അത് അസാധാരണമായിട്ടല്ലേ നടക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വേറൊരു പ്രോജക്റ്റ് പോലെ അല്ല, എന്തോ സ്പെഷ്യാലിറ്റി ഇതിലുണ്ട്. അതാണ് എന്നെ ആദ്യം ആകർഷിച്ചത് ആട്ടത്തിലേക്ക്. പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ നറേഷനൊക്കെ കേട്ടപ്പോൾ ഫുൾ ഫ്ലിപ്പായി. ഇത് അടിപൊളി ഒരു സംഭവമാണെന്ന് എനിക്ക് അപ്പോഴേ നല്ല ഹോപ്പുണ്ടായിരുന്നു. അത് 1.5 വർഷം മുന്നെയാണ് ഇതിൻ്റെ തുടക്കമായത്. പിന്നെ വെരി ഹാപ്പി. ശരിക്കും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വളരെ സഹായകരമാണ് കേട്ടോ. ശരിക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ നല്ല സന്തോഷമാണ്. ഞങ്ങളിപ്പോൾ ഇഫ്ല ഫെസ്റ്റിവൽ മുതലായപ്പോഴൊക്കെ വരെ ഈ പടത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവസാനം ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു റിലീസ് ഇന്ന് നടന്നിട്ടുണ്ട്. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഇന്ന് റിലീസായി. 11-ാം തീയതി GCC റിലീസാണ്. 12-ാം തീയതി വേൾഡ് വൈഡ് ആൻഡ് നോർത്ത് ഇന്ത്യ റിലീസാണ്. ഭയങ്കര സന്തോഷം. ബിക്കോസ് ഇത്രയും നല്ല കണ്ടൻറ്റ്, ഇത്രയും നല്ല തിരക്കഥ, വളരെ എന്താ പറയുക, ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. നിങ്ങൾ സിനിമ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഫിസിക്കൽ ഫൈറ്റ്സ് അല്ല, വേർബൽ ആക്ഷനാണ് ഇതിൽ കൂടുതൽ. നമ്മളെല്ലാവരും ഇങ്ങനെ സീറ്റഡിലിരുന്ന് കാണുന്ന പോലത്തെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും മലയാളി പ്രേക്ഷകർ 2024 ആദ്യത്തെ വീക്കെൻഡിൽ വന്ന സിനിമകളെല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ നല്ല കുറേ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് വളരെ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് ആട്ടം. വെരി പ്രൗഡ് ഓഫ് ദിസ് ഫിലിം ആൻഡ് വെരി പ്രൗഡ് ഓഫ് ദ ടീം. ഈ സിനിമയുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെയുണ്ട്. അവരെല്ലാവരും 25 വർഷത്തിലധികമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഒരു 35 ദിവസത്തിലധികം അവർ റിഹേഴ്സൽസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. സിം സൗണ്ടാണ്. ഒരുപാട് ടെക്നിക്കലി ഒരുപാട് എഫേർട്ട് ഇതിലെല്ലാം വർക്ക് ചെയ്ത് എല്ലാവരും എടുത്തിട്ടുണ്ട്. സോ അത് സ്ക്രീൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ റിയലി ഹോപ്പ് നിങ്ങളെല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്ത പോലെ പ്ലീസ് സപ്പോർട്ട് ഗുഡ് ഫിലിംസ്. സിനിമയ്ക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആട്ട സിനിമ, അതായത് ഒരു നാടകവും അരങ്ങും കാര്യങ്ങളായിട്ട് റിലേറ്റ് ആയിട്ടുള്ളൊരു പടമാണ്. എന്തായാലും പടം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഞാൻ പണ്ട് നാടകങ്ങളൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഇതിൻ്റെ കഥ പോണത് ഒരു സ്ലോ പേസ് കഥയായിട്ടാണ്. അത് കാരണം ചിലർക്ക് ലാഗടിച്ചു എന്നൊക്കെ തോന്നും. പക്ഷേ ആ കഥയുടെ രീതി അങ്ങനെയാണ്. പിന്നെ ആക്ടിവിസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടുന്നത് തന്നെയാണ്. അതായത് വിനയ് ഫോർട്ട് ആയാലും ഷാജോൺ ആയാലും എനിക്ക് അവരുടെ 2 പേരുടെ പേരേ അറിയുള്ളൂ. ബാക്കിയുള്ളവരാരും പേരറിയില്ല. എന്തായാലും അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നുന്നു. പടം എന്തായാലും കൊള്ളാം. അതായത് മലയാളം സിനിമകളുടെ പുതിയൊരു രീതി, അങ്ങനെയാണ് പറയുന്നത്. ഷാൻ ചേട്ടൻ്റെയൊക്കെ ഗംഭീര ക്യാരക്ടറാണ്. ഈ അഭിനയിച്ച എല്ലാവരും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത്രയും വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് പുറത്തുനിന്നുള്ളത് നമ്മുടെ നായിക ഷിഹാബും ഷാജൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷാജൻ ചേട്ടൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറിലൊന്നായിരിക്കാം ഇത്. സെറിനും ഹീറോയിനും ഇപ്പോൾ ഈ ഫാമിലി മാൻ പോലുള്ള സീരീസിലുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്താണ്. വിനയ് ഫോർട്ടിൻ്റെയും കരിയറിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും നല്ല അവസരങ്ങൾ ഇനി വരും. എല്ലാവർക്കും നല്ല സിനിമകൾ കിട്ടുമെന്ന് ഭയങ്കര പ്രതീക്ഷയാണ്. ചേട്ടൻ്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതെന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളൊരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഫോക്കസിനപ്പുറത്തേക്ക് ഈ സിനിമ വർക്ക് ആണെന്ന് പറയുന്നതിൻ്റെ ഒരു ആഗ്രഹവും സന്തോഷമൊക്കെയാണ്. അപ്പോൾ ലൈക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മളിരുന്നിട്ട് ബുക്ക് മൈ ഷോയുടെ സ്റ്റേറ്റസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ
നമ്മളൊന്നും ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഹൗസ്ഫുള്ളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഈ സിനിമ തുടങ്ങിയ സമയം മുതൽ ഇതിൻ്റെ ഒരു നമുക്ക് വാശിയുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു മിനിറ്റ് കൂടി ആളുകളെ ലാഗ് ചെയ്യിക്കരുത്, ബോറടിപ്പിക്കരുത് എന്നായിരുന്നു. അപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ വരികയും അവരുടെ ആളുകളുടെ റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ കമേഴ്ഷ്യലി നമ്മൾ സക്സസ് അല്ലെങ്കിൽ കമേഴ്ഷ്യലി ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷം. ഒരുപാട് കലാകാരന്മാരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രേക്ഷകർ പറയുന്നത് ഇതിന് സിനിമയിലേക്ക് എല്ലാം വൈകിപ്പോയോ എന്നാണ്. വൈകലില്ല ഒരു നടനെ സംബന്ധിച്ച്. പക്ഷേ നമ്മൾ എൻ്റെ കൂടെ 20 വർഷമായിട്ട് നാടകം കളിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത്ര ശക്തമായിട്ടുള്ള ഒരു സിനിമയിൽ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ സിനിമ കമേഴ്ഷ്യലി വലിയ സക്സസ് ആയിട്ട് ഇവർക്കൊക്കെ അഭിനയിച്ച് ജീവിക്കാനുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ്. കാര്യം ഈ സിനിമ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി മറ്റേ ഇവരുടെ പ്രോപ്പറായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഒരു ഗംഭീര സിനിമയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അത് നടന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷം. ഇതേപോലെയുള്ള എനിക്ക് എല്ലാത്തരം സിനിമകൾ ചെയ്യാനും താല്പര്യമുണ്ട്. എല്ലാത്തരം സിനിമകളും പലതരം കഥാപാത്രങ്ങളും പല ജോണിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ആളുകൾക്കും നമുക്കൊക്കെ ബോറടിക്കും. താങ്ക് യു. നല്ല സിനിമ ഞാൻ ഓൾറെഡി കണ്ടതാണ് IFFയിൽ. പക്ഷെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമ. അത്ര എൻഗേജിങ് ആണ്. എല്ലാ രീതിയിലും കൊമേഴ്ഷ്യലി സക്സസ് ആവുന്ന സിനിമ. അടിപൊളി. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും അവരുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ച എല്ലാവരും രക്ഷപ്പെടും വേഗം. ഇതെങ്ങനെയാണ് ഓരോ നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ഉണ്ട്. അത് ഒരു ഇന്റർവ്യൂവിന് ശേഷം ഉണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് ഇഷ്ടപ്പെടും. എല്ലാവരുടെയും. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.